എന്താവശ്യത്തിനാ ഇപ്പൊ പണം വാങ്ങുന്നത്? ബിസിനസ് നടത്താനാ. മുതൽ മുടക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയതാ. പക്ഷേ പണം തികയാതെ വന്നു. അതുകൊണ്ടാ കടം എടുക്കുന്നത്. എത്ര വേണ്ടി വരും? 5 ലക്ഷം രൂപ. ഓ, അത്രയും പണമൊന്നും ഞാൻ ഒറ്റയടിക്ക് കൊടുക്കാറില്ല. എന്തായാലും പ്രകാശിന്റെ തന്നെയല്ലേ, നോക്കാം. വലിയ ഉപകാരം. പിന്നെ പണമിടപാടല്ലേ, എന്തെങ്കിലും ഈടായിട്ട് വേണ്ടി വരും. സ്വർണ്ണമായാലും മതി, അല്ലെങ്കിൽ വസ്തുവിന്റെ ആധാരം എന്തെങ്കിലും ആവാം. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് വാടക വീട്ടിലാ. പിന്നെ സിറ്റിക്കടുത്ത് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അതേ ഉള്ളു സമ്പാദ്യം. മതിയല്ലോ, ആ വസ്തുവിന്റെ ആധാരം ഈടായിട്ട് തന്നാ മതി. മനോജ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പണം പലിശ സഹിതം തിരിച്ചു തരുമല്ലോ. അപ്പൊ ആധാരവും കൊണ്ടുപോവാം. ശരി, എന്നാ ഞാൻ ആധാരം കൊണ്ടുവരാം. ഓക്കെ, അപ്പോ വിളിച്ചു പറഞ്ഞിട്ട് വരണം. ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് പണം വേണം. തന്നേക്കാവന്നേ. എന്നാ ഞാൻ ഇറങ്ങുക. ശരി ശരി. അവിടെ 3 നില കെട്ടിടമല്ലേ ഉദ്ദേശിക്കുന്നത്? 3 നില കെട്ടിടത്തിന്റെ പ്ലാനാ അച്ഛന്റെ അമ്മയുടെ മനസ്സിലുള്ളത്. തൽക്കാലം ഗ്രൗണ്ട് ഫ്ലോർ പണിതിടാന്നാ ഉദ്ദേശിക്കുന്നത്. മതി. പക്ഷെ 3 നില കെട്ടിടം പണിയാനുള്ള ബലം അടിസ്ഥാനത്തിലുണ്ടാകണം. നല്ലൊരു എഞ്ചിനീയറെ വെച്ച് വേണം ബേസ്മെന്റ് ചെയ്യാൻ. അടിസ്ഥാനം ബലത്തതാണെങ്കിൽ പിന്നെ എത്ര നിലകൾ വേണമെങ്കിലും വെക്കാമല്ലോ. പക്ഷേ അതിനുള്ള പണമൊക്കെ ആരും മുടക്കും? വയ്ക്കുന്ന വീടിന് കുടുംബാംഗങ്ങൾക്കെല്ലാം പൂർണ്ണ അവകാശം ഉണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അപ്പോ പണമുള്ള അവകാശികൾ ആരെങ്കിലും ഭാവിയിൽ നിലകൾ വെച്ചോളും. വന്ദന എന്റെ ഭാര്യയാവാൻ പോവല്ലേ. അപ്പോ നമുക്ക് വല്ലപ്പോഴും ഒന്ന് വന്ന് താമസിക്കാൻ. ഒരു നിലയ്ക്ക് വേണ്ടിയുള്ള പണം ഞാൻ മുടക്കും. ജഗൻ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ മുകളിലേക്ക് കെട്ടിപ്പൊക്കുന്ന നിലകളെ കുറിച്ച് ആലോചിച്ചതാ. കല്ലിടിയിൽ ചടങ്ങിനുള്ള ഒരു ശുഭമുഹൂർത്തം കുറിച്ചു തരണം. അങ്ങനെയാവാം. ചന്ദ്രു, ഏതൊരു കാര്യം തുടങ്ങാനാ പാട്. തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് നടന്നത്. മാധവേട്ടൻ എന്തിനെ കുറിച്ച് ഈ പറയുന്നത്? അമ്മേ, അച്ഛൻ പറയണത് വീടുപണിയുടെ കാര്യം തന്നെ. എന്റെ അച്ഛ എപ്പോഴും ഇങ്ങനെ വീടുപണിയുടെ കാര്യം തന്നെ ഓർത്തിരുന്ന വട്ട് പിടിക്കും. മോളെ, അങ്ങനെ വട്ടുപിടിക്കണമായിരുന്നെങ്കിൽ എന്നെ പിടിച്ചേനെ. അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്നു മുതൽ ഈ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. അച്ഛൻ ആദ്യമായിട്ടും അവസാനമായിട്ടും അമ്മയ്ക്ക് കൊടുത്ത വാക്കാതി. ആ വാക്ക് പാലിക്കണം. അച്ഛൻ പറഞ്ഞ നേരെ. ഒരു കാര്യം ആഗ്രഹിച്ചാ അത് ഏത് മാർഗത്തിലൂടെയും നേടിയെടുക്കണം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഹലോ, എന്തോ സ്വപ്നത്തിലാണെന്ന് തോന്നല്ലോ. അതെ, നല്ലൊരു സ്വപ്നം കണ്ടു. കൊള്ളാം. വണ്ടി ഓടിക്കുന്നതിനിടയിൽ സ്വപ്നം കണ്ടാ പിന്നെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ സ്വപ്നത്തിലേ കാണാൻ പറ്റും. മോനെ, എന്ത് സ്വപ്നമായിരുന്നു നീ കണ്ടത്? അത് അമ്മേ,
ഒന്നുമില്ല. ആ, അല്ല രാവിലെ ആരും ഒന്നും കഴിക്കാതല്ലേ അമ്പലത്തിലേക്ക് ഇറങ്ങിയത്? അച്ഛനൊന്നും കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. മെഡിസിൻ ഒക്കെ ഉള്ളതല്ലേ. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അയ്യോ, ഞാനും അത് ഓർത്തില്ല. അടുത്ത എവിടെയെങ്കിലും കടയുണ്ടോ എന്ന് നോക്കാം. വലുതായിട്ട് ആഹാരം വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു കരിക്കടയിൽ നിർത്തിയാലും മതി. നോക്കട്ടെ അച്ഛാ. എക്സ്ക്യൂസ് മീ, എന്ത് സാർ ഒരു വേണ്ടത്? സാരി വേണം. ഏത് മോഡലാണ് സാർ വേണ്ടത്? കസവ് സാരിയാണ് വേണ്ടത്. ഈ പുടവ കൊടുക്കാനുള്ള സാരി. എക്സ്ക്യൂസ് മീ, പുടവ കൊടുക്കാനാണെന്ന് പറഞ്ഞില്ലേ? അല്പം വില കൂടിയ കസവ് സാരി തന്നെ തരണം. ഇത് മതി. ഇതിനെന്ത് വിലയാവും? ഇത് 12,500. എങ്കിൽ ഇത് പാക്ക് ചെയ്തോളൂ. ശരി, ബില്ല് ചെയ്തേക്കാം. ആ.